പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്ത്യയിലേക്ക് സൗദിയിൽ നിന്നും ഓക്സിജനും സിലിണ്ടറും കയറ്റുമതി ചെയ്തു. 80 ടൺ ഓക്സിജനും ഓക്സിജൻ സിലിണ്ടറുകളും കഴിഞ്ഞ ദിവസമാണ് ദമാമിൽ നിന്നും കയറ്റുമതി ചെയ്തത്. സഹായത്തിന് ഇന്ത്യൻ എംബസി സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് നന്ദി അറിയിച്ചു. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓക്സിജൻ അയക്കുന്നത്. 4 ISO ക്രയോജനിക് ടാങ്കുകളും 80 ടൺ ലിക്വിഡ് ഓക്സിജനും കഴിഞ്ഞ ദിവസം ദമാമിൽ നിന്നും ഗുജറാത്തിലെ മുണ്ട്ര തുറമുഖത്തേക്ക് പുറപ്പെട്ടു. ഇതിനു പുറമെ 5000 മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ സിലിണ്ടറും സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്ക് അയക്കും. അദാനി ഗ്രൂപ്പ് വഴിയാണ് സൗദിയിൽ നിന്നും ഓക്സിജൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെത്തിക്കുന്നത്. ഗൗതം അദാനിയും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡറുമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അടിയന്തര സഹായത്തിനും പിന്തുണക്കും സൗദി ആരോഗ്യ മന്ത്രാലയത്തോട് ഇന്ത്യൻ അംബാസിഡർ ഔസാഫ് സയ്യിദ് നന്ദി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇടപെട്ട ഇന്ത്യൻ അംബാസിഡർക്ക് ഗൗതം അദാനിയും നന്ദി പറഞ്ഞു. 24 ജിദ്ദ. ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറമണിഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ കോവിഡ് മഹാമാരി ദുരിതം വിതയ്ക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യ സന്ദേശമുയർത്തിയാണ് സ്റ്റേ സ്ട്രോങ് ഇന്ത്യ എന്ന ഹാഷ്ടാഗും ഒപ്പം ദേശീയ പതാകയും ബുർജ് ഖലീഫയിൽ വിരിഞ്ഞത്. ഇന്ത്യൻ ജനതയ്ക്കായി പ്രാർത്ഥിക്കുന്നതായും ഒപ്പം നിൽക്കുന്നതായും ബുർജ് ഖലീഫ ട്വിറ്റർ പേജിൽ വ്യക്തമാക്കി. UAEയിൽ ആക്റ്റീവ് കോവിഡ് കേസുകൾ 17,000-ന് മുകളിലെത്തി. ഇന്ന് 1813 പുതിയ കേസുകളും 2 മരണവും റിപ്പോർട്ട് ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം UAEയിലെ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം 17,000-ന് മുകളിലെത്തി. ഇന്ന് 1813 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ 17,058 പേരാണ് UAEയിൽ കോവിഡ് മൂലം ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 1,652 പേർ രോഗമുക്തരായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 2 പേരാണ് കോവിഡ് ബാധിച്ച് UAEയിൽ മരിച്ചത്. ഇതോടെ UAEയിലെ ആകെ കോവിഡ് മരണസംഖ്യ 1,571 ആയിട്ടുണ്ട്. അതേസമയം പുതുതായി 2,05,321 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 43.1 ദശലക്ഷമായതായി അധികൃതർ അറിയിച്ചു. അതിനിടെ ഷാർജയിലെ മുഹമ്മദ് ബിൻ സായിദ് ഫീൽഡ് ആശുപത്രിയിൽ കോവിഡ് ബാധിതരെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതെന്ന് ഫീൽഡ് ഹോസ്പിറ്റൽ സൂപ്പർവൈസർ അലി അൽ കാബി വ്യക്തമാക്കി. 24 ദുബായ്. ഒമാനിൽ കോവിഡ് കേസുകൾ ഉയർന്നു തന്നെ. 72 മണിക്കൂറിനിടെ 3,538 പുതിയ കോവിഡ് കേസുകളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത്. മരണനിരക്കിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 35 രോഗികൾ കൂടി മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ കോവിഡ് രോഗികളാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. 72 മണിക്കൂറിനിടെ 3,538 പുതിയ കോവിഡ് കേസുകളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത്. 35 രോഗികൾ കൂടി മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 1,977 ഉയർന്നു. രാജ്യത്ത് ഇതുവരെ 1,88,816 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം 3 ദിവസത്തിനിടെ 3,719 രോഗികൾ കോവിഡ് മുക്തരായതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 1,68,770 ഉയർന്നു. 24 മണിക്കൂറിനിടെ 95 കോവിഡ് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 813 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 272 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക് 89.3% കുറഞ്ഞു. 24 ഒമാൻ. സൗദിയിൽ ഒരാഴ്ചക്കിടെ 24,000-ലധികം കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങളും കണ്ടെത്തിയത്. നിയമലംഘകർക്ക് പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. കോവിഡ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദി ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനകളിൽ 24,288 നിയമലംഘനങ്ങൾ കണ്ടെത്തി. മാസ്ക് ധരിക്കാത്തതും അകലം പാലിക്കാത്തതും ആൾക്കൂട്ടവുമൊക്കെയാണ് കണ്ടെത്തിയ നിയമലംഘനങ്ങൾ. നിയമലംഘകർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. റിയാദ് പ്രവിശ്യയിൽ മാത്രം 8,362 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. മക്ക പ്രവിശ്യയിൽ 5,079, കിഴക്കൻ പ്രവിശ്യയിൽ 3,072, ഖസീമിൽ 1,772, മദീനയിൽ 1,243, അൽജൂഫിൽ 1,330 നിയമലംഘനങ്ങൾ കണ്ടെത്തി. മറ്റു പ്രവിശ്യകളിലെ കണക്ക് ഇങ്ങനെയാണ്: ഹായിൽ 705, വടക്കൻ അതിർത്തി 417, തബൂക്ക് 623, അൽബഹ 534, അസീർ 810, ജിസാൻ 227, നജ്റാൻ 114. 24 ജിദ്ദ. കോവിഡ് പരിശോധനാ ഫലം 3 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗർഭിണികൾക്ക് കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രാർത്ഥനയ്ക്ക് എത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ 19 പള്ളികൾ കൂടി അടച്ചു.
സൗദിയിൽ കോവിഡ് പരിശോധനാ ഫലം 12 മണിക്കൂറിനും 72 മണിക്കൂറിനുമിടയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നും ഇത് ടെക്സ്റ്റ് മെസ്സേജായും മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ അപ്ഡേറ്റ് ചെയ്തും അറിയിക്കുന്നുണ്ടെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 ദിവസത്തിനകം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ 937 എന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. ഗർഭിണികൾ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിൻ എടുക്കുന്നവർ ഗർഭധാരണം നീട്ടിവെക്കേണ്ടതുമില്ല. ഒരു ഡോസ് എടുത്ത ശേഷം ഗർഭം ധരിച്ചാൽ രണ്ടാമത്തെ ഡോസ് നീട്ടിവെക്കേണ്ടതില്ല. ഗർഭിണികൾക്ക് കോവിഡ് ബാധിച്ചാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് വാക്സിൻ സ്വീകരിക്കുന്നതാകും ഉചിതമെന്നും മന്ത്രാലയം പ്രതിനിധി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. അതേസമയം പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ 19 പള്ളികൾ കൂടി താൽക്കാലികമായി അടച്ചു. 7 പ്രവിശ്യകളിലായി പള്ളികളിലെത്തിയ 19 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ 76 ദിവസത്തിനിടെ അടച്ച പള്ളികൾ 801 ആയി. ഇതിൽ 764 പള്ളികളും അണുമുക്തമാക്കിയ ശേഷം വീണ്ടും തുറന്നു. 24 ജിദ്ദ. സൗദിയിൽ വിമാനയാത്രക്കാരുടെ തവക്കൽന ആപ്പ് വിവരങ്ങൾ ചുരുങ്ങിയത് 3 തവണ വിമാനത്താവളത്തിൽ പരിശോധിക്കും. വാക്സിൻ സ്വീകരിച്ചതും കോവിഡ് നെഗറ്റീവ് ആണെന്നതും സ്ഥിരീകരിക്കുക തവക്കൽന ആപ്പിലെ സ്റ്റാറ്റസ് പ്രകാരമായിരിക്കും. വിമാനയാത്രക്കാർ തവക്കൽന ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണെന്ന് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യാത്രക്കാരുടെ മൊബൈലിൽ ഡൌൺലോഡ് ചെയ്ത തവക്കൽന ആപ്പിലെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചായിരിക്കും യാത്രാനുമതി നൽകുക. കോവിഡ് വാക്സിൻ സ്വീകരിക്കുകയോ കോവിഡ് ബാധിതനല്ല എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്തവർക്കാണ് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുക. തവക്കൽന ആപ്പ് നോക്കി ഇത് സ്ഥിരീകരിക്കും. വിമാനത്താവളത്തിനകത്തേക്ക് കയറുമ്പോഴും ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുമ്പോഴും വിമാനത്തിൽ കയറുമ്പോഴും തവക്കൽന ആപ്പ് അധികൃതർ പരിശോധിക്കും. തവക്കൽന ആപ്പും വിമാന കമ്പനികളുടെ യാത്രാ ഡാറ്റയും ലിങ്ക് ചെയ്യാൻ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തവക്കൽന ആപ്ലിക്കേഷൻ പ്രകാരം യാത്രക്കുള്ള യോഗ്യത ഇല്ലെങ്കിൽ യാത്ര റദ്ദാക്കാനാണ് നിർദ്ദേശം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 15 ലക്ഷം തീർത്ഥാടകർ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ മക്കയിലെ ഹറം പള്ളിയിലെത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതമായി തീർത്ഥാടകർ കർമ്മങ്ങൾ നിർവഹിക്കുന്നതായി ഹറം കാര്യ വിഭാഗം അറിയിച്ചു. റമദാനിലെ ആദ്യത്തെ 10 ദിവസം മക്കയിലെ ഹറം പള്ളിയിൽ 15 ലക്ഷത്തോളം തീർത്ഥാടകർ ഉംറ നിർവഹിക്കാനും നിസ്കരിക്കാനും എത്തിയതായി ഹറം കാര്യ വിഭാഗം അറിയിച്ചു. പ്രതിദിനം 1.5 ലക്ഷം വിശ്വാസികളാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇപ്പോൾ ഹറം പള്ളിയിലെത്തുന്നത്. കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യതകൾ പരമാവധി അടച്ച ശേഷമാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത്. ഹറം പള്ളിയിൽ പ്രവേശിക്കാനും പുറത്തു കടക്കാനും വെവ്വേറെ കവാടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മാസ്ക് ധരിച്ച് അകലം പാലിച്ച് കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നിരീക്ഷിക്കാൻ 100 കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വളണ്ടിയർമാരെയും പള്ളിയിൽ നിയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്ന മതാഫിലേക്കുള്ള പ്രവേശനം ഉംറ തീർത്ഥാടകർക്ക് മാത്രമായി നിജപ്പെടുത്തി. പ്രായം ചെന്നവർക്കും ഭിന്നശേഷിക്കാർക്കും സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു. എല്ലാ തീർത്ഥാടകരും കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഹറം പള്ളിയിലെ ക്രൌഡ് മാനേജ്മെന്റ് വിഭാഗ മേധാവി എഞ്ചിനീയർ ഒസാമ അൽ ഹുജൈരി ആവശ്യപ്പെട്ടു. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരും കോവിഡ് ഭേദമായവരുമാണ് ഹറം പള്ളിയിലെത്തുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്കുള്ള യാത്ര വീണ്ടും പ്രതിസന്ധിയിൽ. ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്ക് നേപ്പാളിൽ കോവിഡ് പരിശോധനയ്ക്ക് സൌകര്യമില്ലാത്തതും മാലിദ്വീപിൽ താമസ സൌകര്യമില്ലാത്തതുമാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസുള്ള ഏതെങ്കിലും രാജ്യത്ത് 14 ദിവസം കഴിഞ്ഞ ശേഷമേ ഇന്ത്യക്കാർക്ക് സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ നിലവിൽ അനുവാദമുള്ളൂ. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകളില്ലാത്തതിനാൽ മറ്റേതെങ്കിലും രാജ്യത്ത് 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാസികൾ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നത്. നേരിട്ട് വിമാന സർവീസുകളുള്ള നേപ്പാൾ, മാലിദ്വീപ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് പലരും ഇതുവരെ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഈ വാതിലുകളും അടയുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശക വിസക്കാർക്ക് താമസത്തിനായി ഹോട്ടലുകൾ അനുവദിക്കരുതെന്നാണ് മാലിദ്വീപിന്റെ തീരുമാനം. വിലക്ക് ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരും. അതിനിടെ സന്ദർശക വിസക്കാർക്കുള്ള PCR പരിശോധന നേപ്പാൾ നിർത്തിവച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നു. സ്വദേശികൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും നേപ്പാളിൽ ദീർഘകാലമായി താമസിക്കുന്ന വിദേശികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമായി പരിശോധന നിജപ്പെടുത്തി. PCR പരിശോധന നടത്താതെ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ. ഇന്ത്യയും UAEയും ഉൾപ്പെടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾക്കാണ് സൗദി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് 14 ദിവസം താമസിച്ചതിന് ശേഷമേ സൗദിയിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മലയാളി നഴ്സ് സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പത്തനംതിട്ട അടൂർ സ്വദേശി ശില്പ മേരി ഫിലിപ്പാണ് മരിച്ചത്. കസീം ബദായ ജനറൽ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായിരുന്നു.
ഇന്നുച്ചയ്ക്ക് 3-ന് ബുറൈദയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ കസീം റിയാദ് റോഡിൽ അൽ ഖലീജിലുണ്ടായ അപകടത്തിലാണ് ശില്പ മേരി ഫിലിപ്പ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ദുബായിലുള്ള ഭർത്താവിനൊപ്പം വാർഷികാവധി ചെലവഴിക്കാൻ റിയാദ് എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം. കീഴ്മേൽ മറിഞ്ഞ കാറിൽ നിന്ന് തെറിച്ചു വീണ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അൽ ഖസീമിലെ അൽ തുമിർ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് മലയാളി സാമൂഹ്യ പ്രവർത്തകരും നഴ്സസ് കൂട്ടായ്മയും രംഗത്തുണ്ട്. 24 റിയാദ്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കമ്പനികളുടെ കൊറോണ വാക്സിൻ സ്വീകരിച്ച യാത്രക്കാരെ ഹോട്ടൽ ക്വാറന്റീൻ വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയതായി അധികൃതർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുസ്തഫ അൽ റദ ആണ് ഇത് സംബന്ധിച്ച തീരുമാനം സിവിൽ വ്യോമയാന അധികൃതർക്ക് കൈമാറിയത്. നിലവിൽ അസ്ട്രാസെനേക്ക, ഓക്സ്ഫോർഡ്, ഫൈസർ ബയോഎൻടെക്, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ കമ്പനികൾ നിർമ്മിക്കുന്ന വാക്സിനുകൾക്കാണ് കുവൈത്തിന്റെ അംഗീകാരമുള്ളത്. ഈ കമ്പനികളുടെ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ച് 5 ആഴ്ചയിലധികം പിന്നിട്ടവർ, 2 ഡോസും പൂർത്തിയാക്കി 2 ആഴ്ചയിൽ കൂടുതൽ പിന്നിട്ടവർ, വൈറസ് ബാധയിൽ നിന്നും രോഗമുക്തി നേടി ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ച് 2 ആഴ്ച കഴിഞ്ഞവർ തുടങ്ങിയവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുകയെന്നും അധികൃതർ അറിയിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ. BDK കുവൈറ്റ് ടീം 2021 സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന 6ാമത്തെ ക്യാമ്പാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടെ 25ഓളം വരുന്ന മെഡിക്കൽ സംഘമാണ് ക്യാമ്പ് നയിച്ചത്. നോമ്പെടുക്കുന്നവരും സ്ത്രീകളും ഉൾപ്പെടെ 121 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ 106 പേർ വിജയകരമായി രക്തദാനം നടത്തി. ദുബായിൽ ഇ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി RTA. 14 വയസ്സിൽ താഴെയുള്ളവർ ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ RTA പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം 14 വയസ്സിൽ താഴെയുള്ളവരുടെ ഈ സ്കൂട്ടർ ഉപയോഗം കർശനമായി വിലക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സ്കൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഹെൽമറ്റും അനുയോജ്യമായ വസ്ത്രങ്ങളും ധരിക്കണം. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരു കാരണവശാലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കരുതെന്നും നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം സ്കൂട്ടർ പാർക്ക് ചെയ്യണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. യാത്രക്കിടെ ഇരുചെവികളിലും ഹെഡ്സെറ്റ് വയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് ദുബായിൽ ഈ സ്കൂട്ടറുകൾ എമിറേറ്റിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. മുഹമ്മദ് ബിൻ റാഷിദ് ബൊളൈവാട്ട്, ദുബായ് ഇന്റർനെറ്റ് സിറ്റി, 2 ഡിസംബർ സ്ട്രീറ്റ്, അൽറിഗ, ജുമേറ ലേക്ക് ടവേഴ്സ് എന്നീ 5 സോണുകളിലെ അനുവദനീയ മേഖലകളിലെ നിശ്ചിത ട്രാക്കുകളിൽ മാത്രമാണ് സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. 24 ദുബായ്. സൗദി സെൻട്രൽ ബാങ്ക് 200 റിയാലിന്റെ പുതിയ നോട്ട് പുറത്തിറക്കി. സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിഷൻ 2030 പദ്ധതിയുടെ 5ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നോട്ട് പുറത്തിറക്കിയത്. സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന സുപ്രധാന പരിഷ്കാരങ്ങളിലൊന്നാണ് വിഷൻ 2030 പദ്ധതി. ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും വിഷൻ 2030 പദ്ധതി പ്രഖ്യാപിച്ചതിന്റെ 5ാം വാർഷികദിനത്തോടനുബന്ധിച്ചാണ് 200 റിയാലിന്റെ നോട്ട് പുറത്തിറക്കിയതെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഇന്നു മുതൽ നോട്ട് വിപണിയിൽ ലഭ്യമായി തുടങ്ങി. സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ ചിത്രം, വിഷൻ 2030ന്റെ ചിഹ്നം എന്നിവയാണ് ഒരു വശത്തുള്ളത്. തലസ്ഥാന നഗരിയിലെ കൊട്ടാരത്തിന്റെ ചിത്രം മറുവശത്തും ആലേഖനം ചെയ്തിട്ടുണ്ട്. കറൻസി അച്ചടിയിൽ ഏറ്റവും മികച്ച മാനദണ്ഡങ്ങളാണ് പുതിയ നോട്ടിന് സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന സുരക്ഷാ സവിശേഷതകൾ, ആകർഷകമായ രൂപകൽപ്പന, നിറങ്ങൾ എന്നിവ പുതിയ നോട്ടിന്റെ പ്രത്യേകതയാണെന്നും സാമ അറിയിച്ചു. 24 റിയാദ്. മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് സ്വാഭാവിക നീതിയും ആരോഗ്യനില മോശമായ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കണമെന്ന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ആവശ്യപ്പെട്ടു. 15 വർഷമായി പ്രമേഹ രോഗിയായ അദ്ദേഹത്തിന് വീഴ്ചയിൽ താടിയെല്ല് പൊട്ടിയതും നിലവിൽ കോവിഡും സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തെ അടിയന്തരമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടുകളിൽ നിന്ന് ഭരണകർത്താക്കൾ പിന്മാറണമെന്നും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ഭാരവാഹികൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഈ വർഷത്തിലെ ആദ്യ 3 മാസത്തിനിടെ 294 ഓപ്പറേഷനുകളിൽ നിന്നായി 56 കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ദുബായ് കസ്റ്റംസ്. വിമാനത്താവളങ്ങളിലെ പരിശോധന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഉയർത്തിയതായും കസ്റ്റംസ് അറിയിച്ചു.
വിമാനത്താവളങ്ങൾ വഴിയുള്ള മയക്കുമരുന്ന് കടത്തിന് തടയിടാൻ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് ദുബായ്. ഈ വർഷത്തിലെ ആദ്യ 3 മാസത്തിനിടെ 56 കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായാണ് ദുബായ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാലയളവിൽ നടത്തിയ 294 ഓപ്പറേഷനുകൾ മുഖേനയാണ് രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് കടത്ത് കസ്റ്റംസ് ശ്രമകരമായി തടഞ്ഞത്. 3951 മയക്കുമരുന്ന് ഗുളികകൾ കടത്തുന്നത് തടഞ്ഞതായും കസ്റ്റംസ് വ്യക്തമാക്കി. 7417 വിമാനങ്ങളിലായി 2 മില്യൺ യാത്രക്കാരെയും 4 മില്യൺ ബാഗേജുകളുമാണ് പാസഞ്ചർ ഓപ്പറേഷൻ വിഭാഗം ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പരിശോധിച്ചത്. ദുബായ് വിമാനത്താവളത്തിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും സുഖകരമായ യാത്രാനുഭവം ഉറപ്പുവരുത്തുന്നതിനായി പാസഞ്ചർ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതായി വകുപ്പ് ഡയറക്ടർ ഇബ്രാഹിം കമാലി പറഞ്ഞു. വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായി പരിശോധനാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 822 ഉയർത്തിയതായും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഭക്തിഗാന വീഡിയോ ആൽബം ജന്നത്തിന്റെ പ്രിവ്യൂ ഷോ ഷാർജയിൽ നടന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് DP ജോൺസൺ ജന്നത്തിലെ കേന്ദ്ര കഥാപാത്രമായ റിദ അബ്ദുറഹീമിന് ഉപഹാരം നൽകി. അൽഷാബ് ഓസ്കാർ തിയേറ്ററിലാണ് ചടങ്ങ് നടന്നത്. നേരത്തെ ആൽബത്തിന്റെ പോസ്റ്റർ പ്രകാശനം സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തുടർച്ചയായ 4ാം ദിവസവും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. ഇന്ന് 28,469 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 22.46% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 10 ജില്ലകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1000 കടന്നു. കോവിഡ് ബാധയെ തുടർന്നുള്ള 30 മരണവും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 2ാം ഘട്ട കൂട്ടപരിശോധനയുടെ ഭാഗമായി എടുത്ത 1,26,773 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 28,469 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2 ലക്ഷം കടന്നു. പ്രതിദിന രോഗബാധിതരുടെ റെക്കോർഡ് വർധനയ്ക്ക് പുറമെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വൻ ഉയർച്ചയാണുള്ളത്. 22.46 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. 4,468 ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്ത കണക്ക്. കോഴിക്കോട് 3,998 പേർക്കും മലപ്പുറത്ത് 3,123 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. തൃശൂർ, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും പ്രതിദിന രോഗബാധിതർ 1000 കടന്നു. 30 മരണങ്ങൾ കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണങ്ങളുടെ എണ്ണം 5,110 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 338 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 26,318 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,768 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 45 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. 8,122 പേരാണ് സംസ്ഥാനത്ത് നിന്ന് രോഗമുക്തി നേടിയത്. നിലവിൽ 4,70,558 പേർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 24 തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലെ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കടകളടക്കമുള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും രാവിലെ 7 മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും രാവിലെ 7 മുതൽ രാത്രി 9 വരെ പാഴ്സൽ ടേക്ക് അവേ സൗകര്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇൻ ഡൈനിങ് അനുവദനീയമല്ല. അബ്കാരി നിയമത്തിൽ വരുന്നതിനാൽ ടോഡി ഷോപ്പുകൾക്കും ബാറുകൾക്കും ഈ നിയന്ത്രണം ബാധകമല്ല. വിവാഹങ്ങളിൽ പരമാവധി 30 പേരും മരണാനന്തര ചടങ്ങുകളിൽ പരമാവധി 20 പേരും മാത്രമേ പങ്കെടുക്കാവൂ. അമ്യൂസ്മെന്റ് പാർക്കുകൾ, എന്റർടൈൻമെന്റ് പാർക്കുകൾ, ക്ലബ്ബുകൾ, ജിംനേഷ്യം, സമ്പർക്കമുണ്ടാക്കുന്ന കായിക വിനോദങ്ങൾ, ടീം സ്പോർട്സ് ടൂർണമെന്റുകൾ എന്നിവ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നടക്കില്ല. ജില്ലയിലെ തിയേറ്ററുകൾ മെയ് 2 വരെ പ്രവർത്തിക്കാൻ പാടില്ല. കൂടാതെ സിനിമാ ചിത്രീകരണങ്ങളും അടിയന്തരമായി നിർത്തണം. നാളെ മുതൽ മെയ് 2-ാം തീയതി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് 2ാം തരംഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം ചേരും. സമ്പൂർണ്ണ ലോക്ഡൌണിന് സാധ്യതയില്ലെങ്കിലും നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മെയ് 2-ന് പ്രത്യേക നിയന്ത്രണങ്ങൾ വേണമോ എന്നും സർവകക്ഷി യോഗം തീരുമാനിക്കും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമെന്ന് തന്നെയായിരിക്കും സർവകക്ഷി യോഗത്തിന്റെ നിലപാട്. എന്നാൽ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനോട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിയോജിപ്പുണ്ട്. മെയ് 2-ന് നടക്കുന്ന വോട്ടെണ്ണലാണ് സംസ്ഥാനം നേരിടുന്ന വലിയ പ്രതിസന്ധി. ആഹ്ലാദ പ്രകടനങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ സർവകക്ഷി യോഗം തീരുമാനിച്ചേക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഹ്ലാദ പ്രകടനങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വാരാന്ത്യ നിയന്ത്രണങ്ങൾ അടുത്ത ആഴ്ചകളിലും തുടരണമെന്ന നിർദ്ദേശവും ഉയർന്നേക്കും. ആദ്യ കോവിഡ് കാലത്തിന് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലുള്ള വ്യാപാര വ്യവസായ മേഖലകൾ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നതാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌണിനോടുള്ള എതിർപ്പിന്റെ പ്രധാന കാരണം.
നിലവിലെ രാത്രി 7:30 കടകൾ അടയ്ക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യാപാര മേഖലയ്ക്ക് അമർഷമുണ്ട്. മോട്ടോർ വാഹന തൊഴിലാളികളും ദിവസവേതന ജോലിക്കാരും പ്രതിസന്ധിയിലായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ദൈനംദിന ജീവിതത്തിലും സർവകക്ഷി യോഗം നിർണായകമാകും. 24 തിരുവനന്തപുരം. ഉത്തരേന്ത്യയിലെ ഓക്സിജൻ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഹരിയാനയിൽ സ്വകാര്യ ആശുപത്രിയിലെ 4 പേരും മഹാരാഷ്ട്രയിലെ ബീഡിൽ 2 രോഗികളും ഓക്സിജൻ കിട്ടാതെ മരിച്ചു. ഡൽഹി LNJP ഉൾപ്പെടെ പല ആശുപത്രികളിലും കിടക്കകൾ ഒഴിവില്ല. ഓക്സിജൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭൂരിഭാഗം ആശുപത്രികളിലും രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യത്ത് 551 പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. अच्छी खासी बात करी हम लोगों से, उन्होंने वो यही कह रही लास्ट कि मेरे को ICU में बेड दिला दो, ICU में बेड दिलवा दो. इतनी जगह हमने सबको कहा कि सर 1 बेड दे दीजिए, लेकिन कह रहे बेड ही नहीं है, बेड ही नहीं है. मेरे फादर इन लॉ को रात को मैं लेके आया भाई साहब यहाँ पर 10 बजे. मैं 8:30 बजे 9:30 बजे ले आया था. 9:30 बजे से लेकर मैं 10:30 बजे तक सर्वाइव करता रहा, बोलता रहा भाई साहब एडमिट कर लो, एडमिट कर लो, एडमिट कर लो. कहते हैं भाई साहब वो गुरु नानक में ले जाओ. उनके पल्स गिर गए, मेरे पास ऑक्सीजन सिलेंडर नहीं था. രാജ്യതലസ്ഥാനത്തെ വിലാപങ്ങൾ അവസാനിക്കുന്നില്ല. ആശുപത്രി കിടക്കകൾ ഒന്നുപോലും ഒഴിവില്ല. കിടക്കകൾ ലഭിച്ച രോഗികൾക്ക് പോലും ഓക്സിജൻ എത്തിക്കാൻ പരക്കം പായുകയാണ് ബന്ധുക്കൾ. ഓക്സിജനും ചികിത്സയും മരുന്നും കിട്ടാതെ മരിക്കുകയാണ് മനുഷ്യർ. ये हैंडीकैप है, अपने बेटे के लिए गैस लेने आया है. अगर इसी तरह सिलेंडरों में लेके मैं खड़ा रहूं तो या तो मैं भी बीमार रहूंगा. अपने माता पिता के लिए आएगी, बीमार पड़े हुए ऑक्सीजन के अंदर. क्या बोल हमारा एक सिलेंडर रोज लग जाता है. ये कल भी 5 बजे आए थे, रात भर सिलेंडर लगाना पड़ता है हमें. बहुत दिक्कत आ रही है यहाँ पे. വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ബന്ധുക്കൾ ഓക്സിജൻ കിട്ടാതെ വലയുകയാണ്. सारे लोग पब्लिक ही मर रही है घर पे, एक पॉलिटिशियन घर पे नहीं मरा है. सारे के सारे है ना पॉलिटिशियन हॉस्पिटल में जा रहे हैं. कोई घर वाला पॉलिटिशियन बोल रहा है कि मैं बेड खाली कर रहा हूँ, पब्लिक को दीजिए आप बेड. किसी पॉलिटिशियन ने निकला कोई हॉस्पिटल से बाहर? कोई नहीं निकल रहा है. ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് ഡൽഹി മയൂർ വിഹാറിലെ ജീവൻ അൻമോൾ ആശുപത്രി, ഫോർട്ടിസ് ആശുപത്രി എന്നിവിടങ്ങളിൽ പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തി. റായ്ഗഡിൽ നിന്നുള്ള ഓക്സിജൻ എക്സ്പ്രസ് നാളെ ഡൽഹിയിലെത്തും. PM കെയർ ഫണ്ട് ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിലായി 551 ഓക്സിജൻ പ്ലാന്റുകൾ ആരംഭിക്കാൻ അടിയന്തര നടപടികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതി. സംസ്ഥാനങ്ങൾക്കുള്ള ഓക്സിജൻ വിഹിതം 22% വർദ്ധിപ്പിച്ചു. പ്രാണവായുവിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ രാജ്യതലസ്ഥാനത്ത് തുടരുകയാണ്. ഉടൻ പരിഹാരമായില്ലെങ്കിൽ കൂടുതൽ ദുരന്ത കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും. LNJP ആശുപത്രിക്ക് മുന്നിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.